ഗെയിമിന്റെ ഇടയിൽ ജിൻഡോ ശരണ്യയുടെ മുടി പിടിച്ചോ എന്നുള്ള സംഭവം അവരെ വീഡിയോ ആയിട്ട് ലാലേട്ടൻ കാണിച്ചു കൊടുക്കുകയുണ്ടായി. പക്ഷെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഒരു ഒപ്പിക്കലായിരുന്നു മൊത്തം. കാരണം വീഡിയോയിൽ അത് ക്ലിയർ ആയിട്ട് ആളുകൾക്ക് മനസ്സിലാവുന്ന രീതിയിലും അല്ലായിരുന്നു. അത് മാത്രമല്ല ലാലേട്ടൻ ആ ടോപ്പിക് അങ്ങ് ഒപ്പിച്ചു വിടുകയാണ് ചെയ്തത്. കാണുന്ന പ്രേക്ഷകരെ മണ്ടന്മാരാക്കുന്ന ഒരു എപ്പിസോഡ് തന്നെയായിരുന്നു. ഈ കാര്യമൊക്കെ ആണെങ്കിൽ എന്തുട്ടാണ് കാണിച്ചത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ കാണുമ്പോൾ നമുക്കത് ശരിക്കും മനസ്സിലാവുന്നുണ്ട്. അത് ചുമ്മാ ഒന്ന് പറഞ്ഞു തീർക്കണല്ലോ എന്നുള്ള രീതിയിൽ കാണിച്ച പോലെയായി. ആരാണെന്നോ എന്താണെന്നോ ഒന്നും തന്നെ പറഞ്ഞില്ല. സ്ലോ മോഷൻ ആയിട്ട് കാണിച്ചാൽ മാത്രമാണ് ഒന്നാമത് മനസ്സിലാവുള്ളൂ. ഗബ്രി ആണെന്നുള്ള രീതിയിൽ വീഡിയോ വരുന്നുണ്ട്. ഗബ്രിയുടെ കൈ ആയിരുന്നു അല്ലെങ്കിൽ അർജുൻ ആണോ എന്നൊക്കെ ഉള്ള രീതിയിൽ സംശയങ്ങൾ ആളുകൾ പറയുന്നുണ്ട്. ജിൻഡോ അല്ല എന്നും പറയുന്നുണ്ട്. കൃത്യമായിട്ട് അതോടെ കാണിച്ചു കൊടുക്കുകയോ അതിനുശേഷം അതിനെപ്പറ്റി ലാലേട്ടൻ അവിടെ സംസാരിക്കുകയോ ചെയ്തില്ല. ഈ ആക്ട് ഇപ്പൊ ആരാണ് ചെയ്തതെന്നോ ഇതിനെ ആരെ നമുക്ക് പറയാം എന്നൊക്കെയാണ് ലാലേട്ടനായിട്ട് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ക്യാപ്റ്റന് വേണമെങ്കിൽ ആ രീതിയിൽ ഒരു തീരുമാനം എടുക്കായിരുന്നു, അല്ലെങ്കിൽ പവർ ടീമാർക്ക് ഇങ്ങനെ റൂൾ വെക്കായിരുന്നു എന്നൊക്കെയുള്ള രീതിയിൽ ആ ടോപ്പിക് അങ്ങ് കളയുവാണ്. ശ്രീതു അതിന്റെ ഇടയ്ക്ക് പറയുന്നുണ്ട് രണ്ട് കണ്ണും കൊണ്ട് ശ്രീതു കണ്ടും മൂടി വലിച്ചു നിൽക്കുന്നതായിട്ടെന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ സിജോ കണ്ടു എന്ന് പറയുകയുണ്ടായി. ഇവരൊക്കെ അപ്പൊ ഇപ്പോഴും ജിൻഡോ തന്നെയാണെന്നാണ് അവിടെ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. ശരണ്യക്കാണെങ്കിൽ ലാലേട്ടൻ 2-3 പ്രാവശ്യം ഷൂർ ആണോ എന്ന് ചോദിച്ചപ്പോൾ ഓർമ്മയില്ല എന്ന് പറഞ്ഞു. ശരണ്യക്ക് ചിലപ്പോൾ ഓർമ്മ ഉണ്ടാവില്ല, കാരണം ബാക്കിൽ നിന്നാണ് വലിക്കുന്നത്. പറഞ്ഞു കേട്ടൊരു ഇതുണ്ടാവുള്ളൂ. ഋഷിയും ശ്രീതു ഒക്കെ പറഞ്ഞു കൊടുത്തു വെച്ചിട്ടായിരിക്കും ശരണ്യ പറയുന്നത്. അപ്പൊ ജിൻഡോ പറയുന്നുണ്ട് വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാനല്ല എന്നുള്ളത്. ഈ ടോപ്പിക് അവിടെ സംസാരിക്കുക എന്നിട്ട് ഇതിന് ക്ലാരിറ്റി കൊടുക്കാതിരുന്നതും വളരെയധികം മോശമായി എന്ന് തന്നെ വേണം പറയാൻ. അല്ലെങ്കിൽ ഇന്നത്തെ എപ്പിസോഡ് ഒരു തട്ടിക്കൂട്ട് എപ്പിസോഡ് തന്നെയായിരുന്നു. അവരെ ഒന്ന് റിലാക്സ് ചെയ്യുന്ന രീതിയിലായിരുന്നു ഇന്നത്തെ എപ്പിസോഡ് കൈകാര്യം ചെയ്തതെന്നാണ് തോന്നുന്നത്. മെയിൻ ആയിട്ട് സിബിൻ കഴിഞ്ഞ ആഴ്ച എവിറ്റ് ആവുകയും ലാലേട്ടൻ കുറെ പ്രഷർ കൊടുത്തു എന്നുള്ള രീതിയിലാണ് അതൊക്കെ വന്നിരിക്കുന്നത്. അപ്പൊ അതൊക്കെ തന്നെയായിരിക്കാം കാരണം ഇന്നത്തെ എപ്പിസോഡ് ഇങ്ങനെ നടത്താനായിട്ട്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്?